ഓസക്ക കിച്ചൺ ഓഫ് ജപ്പാൻ, ജപ്പാൻ്റെ അടുക്കള നഗരം എന്നറിയപ്പെടുന്ന ഓസക്കയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇതാണ് ഓസക്കയിലെ ഷാബു ഷാബു എന്ന വിഭവം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് നേരിയതായി കട്ട് ചെയ്ത ഇറച്ചി കഷ്ണങ്ങളും പച്ചക്കറികളും ഇട്ട് 2-3 തവണ ഇളക്കിയെടുത്ത് കഴിക്കാം. ഈ മീറ്റിൻ്റെ റെഡ് കളർ മാറി വൈറ്റ് ആവുന്നതാണ് കഴിക്കാനുള്ള പാകം. ഇതിൽ മഷ്റൂം, സീസെയിം സോസൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. ഇറച്ചി കഷ്ണങ്ങൾ ചൂടുള്ള സൂപ്പിലിടുമ്പോഴുള്ള സിഷ് സിഷ് ശബ്ദത്തിൽ നിന്നാണ് ഷാബു ഷാബു എന്ന പേര് വന്നത്. ബീഫ് അല്ലെങ്കിൽ പോർക്കാണ് ഇറച്ചിയായി ഉപയോഗിക്കുന്നത്. ഈ കഴിച്ച് ബാക്കി വരുന്ന സൂപ്പിൽ നൂഡിൽസോ സ്പെഷ്യൽ ജാപ്പാനീസ് സ്റ്റിക്കി റൈസിൻ്റെ ചോറോ ചേർത്ത് കഴിക്കാം. നൂഡിൽസ് ഗ്ലാസ് നൂഡിൽസാണ് ലഭിക്കുന്നത്. ഏറ്റവും മികച്ച വേഗ്യു ബീഫാണ് ഇവിടെ ഇറച്ചിയായി ഉപയോഗിക്കുന്നത്. ഡോട്ടൻബോറി എന്ന തിരക്ക് പിടിച്ച ഫുഡ് സ്ട്രീറ്റിലാണ് ഞങ്ങൾ ഷാബു ഷാബു കഴിക്കാൻ എത്തിയത്. നിങ്ങൾ ജപ്പാൻ സന്ദർശിക്കുമ്പോൾ നിർബന്ധമായും ഷാബു ഷാബു ട്രൈ ചെയ്യണം. ഷാബു ഷാബുവിനൊപ്പം സാക്കെ കൂടി ചേരുമ്പോൾ അതൊരു സമ്പൂർണ്ണ ജാപ്പനീസ് ഭക്ഷണാനുഭവമായി മാറുന്നു. ജാപ്പനീസ് റൈസിൽ നിന്നുണ്ടാക്കുന്ന വൈനാണ് സാക്കെ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ വെളുത്ത സെറാമിക് കപ്പുകളിലാണ് വിളമ്പുന്നത്. അത് ചെറിയ ഷോർട്ട്സ് ഗ്ലാസ്സുകളിൽ ഒഴിച്ചു നൽകുന്നതാണ് ജപ്പാൻ മര്യാദ. സ്വയം ഒഴിച്ചു കുടിക്കാൻ പാടില്ല. ലോകോത്തരമായ സ്ട്രീറ്റ് ഫുഡും തനത് വിഭവങ്ങളും ഓസക്കയെ ഭക്ഷണപ്രേമികളുടെ സ്വർഗമാക്കുന്നു. ഡോട്ടൻബോറിയിലെ നിയോൺ വിളക്കുകൾ, ഭക്ഷണശാലകൾക്ക് മുമ്പിലെ വലിയ ഞണ്ട്, ഒക്ടോപ്പസ്, കന്നുകാലികളുടെ രൂപങ്ങൾ ഇവയെല്ലാം വളരെ വർണ്ണശബളമാണ്. അതുപോലെ ഡോട്ടൻബോറി നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഡോട്ടൻബോറി കനാൽ മനോഹരമാണ്, വൃത്തിയുള്ളതാണ്, വർണ്ണശബളമാണ്. കനാലിൽ ക്രൂയിസ് നടത്താം. അതുപോലെ കനാലിൻ്റെ കരയിലുള്ള റെസ്റ്റോറൻറ്റുകൾക്ക് മുന്നിലിട്ടിരിക്കുന്ന കസേരകളിലിരുന്ന് ബീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. കനാലിൻ്റെ ഇരുവശത്തുമായി സഞ്ചാരികൾക്ക് നടക്കാനുള്ള ടോംബോറി റിവർ വാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഈ ഡോട്ടൻബോറി ഞങ്ങൾക്ക് സമ്മാനിച്ചത്. നിങ്ങളും തീർച്ചയായും ഇവിടെ വരിക, ഇതെല്ലാം ആസ്വദിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക.